ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് മെഴ്സിഡീസ് ബെൻസ് ഇ ക്ലാസ് 350 ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു AMG ആഡിങ്സോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ്. കമ്പനി സ്റ്റോക്ക് തന്നെ ഇപ്പോൾ നമുക്ക് AMGയുടെ ഫിറ്റിംഗ്സ് ഒക്കെ കൂടിയിട്ടാണ് ഈ വാഹനം വരുന്നതെന്ന് പറയാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഒരു വാഹനം എടുത്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ AMG കിറ്റുകളൊക്കെ. പക്ഷേ ഈ ഒരു വാഹനത്തിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് AMGയുടെ ആഡിങ്സോട് കൂടിയിട്ടാണ് ഈ വാഹനം വരാറെന്ന് പറയാം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് മെഴ്സിഡീസ് ബെൻസ് ഇ ക്ലാസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് പിന്നാമ്പുറം കണ്ടിട്ട് തന്നെ ആദ്യം വാഹനം തുടങ്ങാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ പരിചയപ്പെടുത്താനുള്ളത്. ഒരു ലോങ് വീൽ ബേസോട് കൂടി വരുന്ന ഒരു വാഹനമാണ്. ഭയങ്കര ലക്ഷറി ഫീൽ കൊടുക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ കാണാതെ ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. ആദ്യം ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു ന്യൂ ഷേപ്പിലേക്ക് വന്നപ്പോൾ കാരണം വെച്ചാൽ 2024 മോഡൽ വന്നപ്പോൾ 2023-24 നമുക്ക് ഇതിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമൽ ഒരു ഇ ക്ലാസ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് വരുമ്പോൾ തന്നെ നമുക്ക് AMGയുടെ ആഡിങ്സ് വരുന്നുണ്ട്. അത് കമ്പനി വരുന്നതാണ്, എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന കാര്യമല്ല. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് AMG പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ വീൽസ് ഒക്കെ AMGയിലാണ് വരുന്നിട്ടുള്ളത്. ഡെപ്തായിട്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് വരികയാണെങ്കിൽ ആ ഒരു ബോണ്ടിലെ ഫുഡിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാർപ്ലെയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ബൾജ് സ്പീഡിലുള്ള രണ്ട് സെൻറ്ററിലൊക്കെ ഇങ്ങനെ ബൾജ് നിൽക്കേണ്ട കാർപ്ലെയിൻസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ലോഗോ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് വരികയാണ് ആ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിങ്ങിലാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് ഗ്രില്ല് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ക്രോമിയം ഫിനിഷിങ് വന്നിട്ടുണ്ട്. ആ ഡയമണ്ട് ഫിനിഷിംഗ് ആണ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് പറയാം. അത് AMGയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ആ ഇൻ്റലിജൻറ്റ് സിസ്റ്റത്തോട് കൂടിയിട്ട് വരുന്ന ഹെഡ്ലൈറ്റ് ആണ്. ഇതിൽ നമുക്ക് ബൾബ് കാര്യങ്ങളോ സംബന്ധം കാണാതെ ഫുള്ളി LED ആണല്ലോ വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇതിൽ ബൾബോ അല്ലെങ്കിൽ LED പാറ്റേൺസ് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡുവൽ ചേമ്പറാണ്. മേളായിട്ട് 4 സെപ്പറേറ്റ് പോർഷൻസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ അതേമാതിരി കാണാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത്. ഇതൊരു DRLാണ്. DRL വിത്ത് നമുക്ക് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ളൊരു DRLാണ് കൊടുത്തിട്ടുള്ളത്. താഴത്ത് വരാൻ നമുക്ക് ഇവിടെ ഒരു ഫോഗ് ലാമ്പിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു എയർ പാസേജിങ് വന്നിട്ടുണ്ട്. അത് ഫംഗ്ഷനിങ് ആണ് കേട്ടോ. ഫംഗ്ഷനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലായിട്ട് ഈ ഒരു പോർഷൻ നോക്കാൻ നമുക്ക് ഇവിടെ ഒരു ലിപ്പ് വന്നിട്ടുണ്ട്. അത് ക്രോമിയം ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ലിപ്പാണ് ഈ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വീൽസിലായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൽ AMGയുടെ വീൽസാണ് വന്നിട്ടുള്ളത്. കമ്പനി സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ. അതിൽ നമുക്ക് AMG വീൽസാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ബമ്പർ ആയാലും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് AMGയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഡിസ്ക് ബ്രേക്സ് കാണാൻ പറ്റും. വലിയ ഡിസ്ക് ബ്രേക്സ് ആണ്. അത് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ് വന്നിട്ടുള്ളത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള കാലിബേഴ്സ് കാണാൻ പറ്റും. അതേപോലെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 235, 45, 18 ഇഞ്ച് ടയേഴ്സാണ്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ 4 സസ്പെൻഷൻ നമുക്ക് എയർ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. സൺ പ്രൊഫൈലായിട്ട് വരുമ്പോൾ നമുക്ക് മിററിലാണ് ഇതിന് ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ ഒരു സൈഡ് പാർക്കിംഗ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ക്യാമറ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ക്രോമിയം എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. അടിയിൽ നോക്കുകയാണെങ്കിൽ സ്കേർട്ടിൽ നമുക്ക് ഒരു ക്രോമിയം ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മിററിൻ്റെ സൈഡ് ഗ്ലാസിൻ്റെ ഈ ഒരു ഔട്ടർ ലൈനായിട്ട് നമുക്ക് ക്രോമിയം ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. പിന്നെ അതേമാതിരി സൈഡിലായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫെൻഡറിലൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഹൈലൈറ്റിംഗ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ ഇവിടെ നമുക്കൊരു ക്യാരക്ടർ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ബാക്ക് ലൈന് വരെ എൻഡ് വരെ നമുക്ക് ആ ഒരു ക്യാരക്ടർ ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പില്ലേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഗ്ലോസി തന്നെയാണ് വന്നിട്ടുള്ളത്. ബോഡി കളേർഡ് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. പിന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സൺറൂഫ് വന്നിട്ടുണ്ട്. പാനോറമിക് അല്ല, നോർമലായിട്ടുള്ള സൺറൂഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻ നമുക്ക് ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റും. സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഇവിടെ ബട്ടണൊന്നും വന്നിട്ടില്ല. ബട്ടൺ ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് അളക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഇൻറ്റീരിയർ പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയാം കേട്ടോ. അതേമാതിരി സൈഡിലായിട്ട് വരുമ്പോൾ ഇനി ബാക്ക് വീൽസൊക്കെ നോക്കുകയാണെങ്കിൽ റിയറിലെ വീൽസ് നോക്കുകയാണെങ്കിൽ 245, 45, 18 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. റിയറിലും ഡിസ്ക് ബ്രേക്സ് ആണ്. അതും വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് തന്നെ വന്നിട്ടുള്ളത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എയർ സസ്പെൻഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിറലിയുടെ ടയേഴ്സാണ് നമുക്ക് കമ്പനി സ്റ്റോക്കിൽ വരുന്നതെന്ന് പറയാം. പിന്നെ വീൽസ് ഞാൻ പറഞ്ഞു AMGയുടെ വീൽസാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ സൈഡിലായിട്ട് തന്നെ അതൊരു ഡീസൽ വാഹനമാണ്. അപ്പോൾ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 80 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. റിയറിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്.
ഒരു മാന്യമായ രീതിയിൽ കുറച്ച് നമുക്ക് വണ്ടി പൊക്കാനും താഴ്ത്താനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വന്നിട്ടുള്ളത് പറയാം. അങ്ങനെ നമ്മൾ സാധാരണ നോർമൽ എയർ സസ്പെൻഷൻ കാണുന്ന ഒരു അങ്ങനെ കുറേ പൊക്കാനൊന്നും പറ്റില്ല, ഒരു പരിധി വരെ ഒരു ചെറിയ രീതിയിൽ നമുക്ക് വണ്ടി ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. ഈ റിയറിലേക്ക് വരുമ്പോഴാണ് ആ ഒരു പുതിയ ഡിസൈൻ അതൊക്കെ കാണാൻ പറ്റുന്നത്. റിയറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈൽ ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഫുള്ളി LED ടൈൽ ലൈറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ് ലൈറ്റ്, പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. TVS ലൈറ്റും അതിൽ വന്നിട്ടുണ്ട് കേട്ടോ, ആ ഒരു ടൈൽ ലൈറ്റ്. പിന്നെ ഈ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് റിഫ്ലക്ടർ പോർഷൻ വന്നിട്ടുണ്ട്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ 350D എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് 350 മോഡൽ ഡീസൽ എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ റിയറിലെ പാർക്കിംഗ് സെൻസേഴ്സ് കാരണം കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇത് എക്സോസ്റ്റ് ഫേക്ക് എക്സോസ്റ്റ് ആണ്, കാരണം വെച്ചാൽ അതിൽ ഫംഗ്ഷൻ ഒന്നുമില്ല, ആ ഒരു ഡിസൈനിങ് പാർട്ട് മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിഫ്യൂസർ കാണാൻ പറ്റും, 2 പോർഷൻ വരുന്ന ഒരു ഡിഫ്യൂസറുകളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ ബാക്കിൽ നമുക്ക് മെർസിഡീസിൻ്റെ ഒരു ലോഗോ മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഇവിടെ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കോളും. 540 ലിറ്റേഴ്സാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. നമുക്കിതാണ് ഇതിൻ്റെ ബൂട്ട് സിസ്റ്റം വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ സ്പേസ് സേവർ ആയിട്ടുള്ള ടയറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ വീല് കാണാൻ വേറെ രസമില്ല, വേറെ ടൈപ്പ് ഒരു വീല് കേട്ടോ. സാധാരണ നമ്മൾ സ്പേസ് സേവറിന് ഇങ്ങനെ കാണാറില്ല, പക്ഷേ ഇതങ്ങനെ ഒരു വേറെ ടൈപ്പാണ് കാണുന്നത്. ക്ലോസ് ചെയ്യാം. ഇത് നമുക്കിവിടെ ഇല്ലല്ലേ, നമുക്കിത് ഓപ്പൺ ചെയ്യാൻ മാത്രം നമുക്ക് വന്നിട്ടുള്ളൂ. അതേമാതിരി ക്ലോസ് ചെയ്യാൻ മാനുവലി ക്ലോസ് ചെയ്യണം കേട്ടോ, അത് വേറൊരു സംഭവമാണ് വന്നിട്ടുള്ളത്. റിയറിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഡീഫോക്കിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേമാതിരി ഒരു എയർ കർട്ടൻ വന്നിട്ടുണ്ട്, അത് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ, ഞാൻ ഉള്ളിൽ പോകുമ്പോൾ കാണിച്ചിരുന്ന സംഭവം. അതേമാതിരി ഇവിടെ ഒരു ഹൈ മോട്ടോ സ്റ്റോപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ഒരു ഔട്ടർ സൈഡിൽ പറയാനുള്ളത്. ഇനി ഇൻറ്റീരിയർ സൈഡിലായിട്ട് പോവുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ആ ഒരു ബീജിൻ്റെ അതിപ്രസരമാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് ആ ഒരു ബീച്ചിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് പറയാം. അപ്പോൾ അതിന് തന്നെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കളർ പാറ്റേൺ ഭയങ്കര രസം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ബ്ലൂഷ് ഫീലിൽ വരുന്ന ഒരു ലെതർ മെറ്റീരിയലാണ്, അതേമാതിരി സോഫ്റ്റ് മെറ്റീരിയലാണ് ലെതറിൽ വരുന്നത്. ഒരു ബ്ലൂ ബീജ് കോമ്പോയിലാണ് ഈ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ, കാരണം സ്പോർട്ടി ആണോ എന്താ ലക്ഷറി ആണോ ഏത് പറയേണ്ടി അറിയില്ല, കാരണം അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് പറയാം. അതിൽ നമുക്ക് സൗണ്ട് സിസ്റ്റം കാണാൻ പറ്റും. ബർൺസ്റ്ററിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് സറൗണ്ടിങ് സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്പീക്കറും അതേമാതിരി ട്യൂട്ടർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേമാതിരി ഇവിടെ ഇതിൻ്റെ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇലക്ട്രിക് സീറ്റാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അത് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. 4 സീറ്റ് നമുക്ക് ഇതേമാതിരി മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതേമാതിരി ഇതാണ് പ്രീമിയം അൺലോക്ക് വന്നിട്ടുള്ളത്. പിന്നെ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇതിനുള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഇതിൽ നീറ്റ് ആൻഡ് ക്ലീൻ എടുത്ത് പറഞ്ഞ കാരണം തന്നെയാണ്. ഇവിടെ ഒരു വുഡൻ ട്രിം കാലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവർ ടെക്സ്ചർ നല്ല രസമുണ്ട്, ഹാർഡായിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇന്ത്യയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് മെർസിഡീസ് ബെൻസ് എന്നുള്ള ഒരു ബ്രാൻഡിങ് കാണാൻ പറ്റും. ഒരു ബീജോട് കൂടിയിട്ടുള്ള ആ ഒരു ലെതർ സീറ്റ്സാണ് വന്നിട്ടുള്ളത്. അത് വെന്റിലേഷൻ വരുന്നുള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു 3 സ്പോക്ക് സ്റ്റീരിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതും ബീജ് കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഭയങ്കര തന്നെയാണെന്ന് പറയുന്നത്. ഇൻറ്റീരിയർ കാണാൻ ഭയങ്കര ഒരു പ്ലസൻറ്റ് മൂഡാണ്. കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൈറ്റ് ഫീൽ ആയതുകൊണ്ട് ഫുള്ള് ബീജിൻ്റെ കളി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രസൻറ്റ് മൂഡ് കിട്ടും. സെൻട്രലായിട്ട് വരികയാണെങ്കിൽ ഇത് റൗണ്ട് ഫീലിലാണ് നമുക്ക് ഒരു മെർസിഡീസിൻ്റെ ലോഗോ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് എയർ ബാഗ് ഓൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് വരിക നമുക്ക് ഇവിടെ കോൾ അറ്റൻഡിങ്, കട്ടിങ്, അതേമാതിരി വോയിസ് അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ വോയിസ് കമാൻഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തേക്ക് നോക്കാം നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. സൈഡിലായിട്ട് വരാൻ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ കാരണം കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്, അപ്പോൾ അതിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയായിട്ട് മൊത്തം നമുക്ക് 7 എയർ ബാഗാണ് ഈ ഒരു വാറ്റിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഇവിടെയൊക്കെ എയർ ബാഗ് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ 2 എയർ ബാഗായി. പിന്നെ സീറ്റിലും നമുക്ക് എയർ ബാഗ്, അങ്ങനെ മൊത്തം 7 എയർ ബാഗാണ് ഈ ഒരു വാറ്റിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഞാൻ പറഞ്ഞു ആ ഒരു ബ്ലൂയിഷ് ഫീൽ ഭയങ്കര, ആ ഒരു ലെതർ നല്ല രസം കിട്ടും കാണാൻ, ഭയങ്കര ഹൈലൈറ്റിംഗ് ആണെന്ന് പറയാം. പിന്നെ നമ്മളെ ബെൻസിൽ ഈ ക്ലാസ്സിൽ എപ്പോഴും കാണുന്ന രീതിയിലുള്ള സെൻറ്ററിൽ ആ ഒരു AC വെൻസ്, റൗണ്ടിൽ വരുന്ന 4 AC വെൻസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിവിടെ സെൻട്രൽ ടയർ ആണെങ്കിൽ ഇതിൻ്റെ കൺട്രോൾസ് ആ ഒരു വുഡൻ ട്രിമ്മാണ് കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിലാണ് ഗിയർ നോബ് വന്നിട്ടുള്ളത് അറിയാം. കാരണം ഇതിൽ നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് വരാണ് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോളും ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ പാഡ് ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്ലസും മൈനസായിട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇത് ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 സൈഡിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് സ്പീഡോമീറ്റർ നോക്കണം, 260 ആണ് മാക്സിമം സ്പീഡ് കാണിക്കുന്നത്. ഇപ്പുറത്ത് വെക്കണം RPM മീറ്റർ കാണാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് രസം കിട്ടുമ്പോൾ അതേപോലെ നമുക്ക് ഇതിൻ്റെ മോഡ് വരുന്നുണ്ട്. മോഡ് ഞാനിതാ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോർട്ട് പ്ലസ് കണ്ട, ഇൻഡിവിജ്വൽ, പിന്നെ കംഫർട്ട്. ഇൻഡിവിജ്വൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാ.
നമുക്ക് നമ്മളതിനനുസരിച്ച് കോൺഫിഗറേഷൻ സെറ്റാക്കാം. പിന്നെ കംഫർട്ട് മോഡ് വരുന്നുണ്ട്, പിന്നെ എക്കോ, ഇങ്ങനെ മോഡലുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് കംഫർട്ടിൽ നോർമലില്ല, കംഫർട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര മോഡലാണ് വന്നിട്ടുള്ളത് സംഭവം. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മാപ്പിൻ്റെ സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്യാമറയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ക്യാമറ നമുക്ക് സെറ്റ് ചെയ്യാം, നോക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്യാമറ. ഇവിടെ നമുക്ക് 360 കാര്യങ്ങൾ അങ്ങനെ എല്ലാം കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. സെൻസറിനാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്ലസ്റ്റർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ളൊരു ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എന്താണ് ഈ ബാക്കിലെ വിൻഷീൽഡ് താഴ്ത്താനും പൊക്കാനുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഈ ഡൈനാമിക് ഞാൻ ഇപ്പോൾ കാണിച്ചു. പിന്നെ അതൊരു വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ബട്ടണാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ടച്ച് പാഡാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ടച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ടച്ച് പാഡ് വന്നിട്ടുള്ളത്. ഫ്രെയിംലെസ് ആയിട്ടുള്ള മിറർ കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ സൺറൂഫ്, ഞാൻ പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ സൺറൂഫൊക്കെ മിസ്റ്റേക്ക് പറ്റി പോയതാണ്. കാരണം വെച്ചാൽ ഇത് പനോരമിക് സൺറൂഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇത് സ്പ്ലിറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള സൺറൂഫാണ്. കാരണം വെച്ചാൽ ഇവിടുന്ന് ഇവിടെ ഒരു സൺറൂഫും അവിടുന്ന് ചെറിയൊരു കുഞ്ഞൻ സൺറൂഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 2 സൺറൂഫും ഈ മാറ്റത്തിൽ വന്നിട്ടുണ്ട് പറയാം. ഗ്ലൗ ബോക്സ് വന്നിട്ടുണ്ട്, ഇത് ഓപ്പൺ ചെയ്യണം ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 USB Type-C ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ഡോർ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. സോഫ്റ്റ് ക്ലോസിങ് വന്നിട്ടുണ്ട് കണ്ട, ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ് ക്ലോസിങ് ആയിട്ട് വരുന്ന സിസ്റ്റം കൂടി ഈ ഒരു പുതിയ മോഡലിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. റിയറിലേക്ക് ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ റിയറിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ് നമുക്ക് റിയറിലും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ബ്ലൂവിഷ് ഫീലും ബീച്ച് കളറും കാര്യങ്ങളും കാണാൻ പറ്റും. അതേമാതിരി സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കറും ട്യൂട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സറൗണ്ടിങ് സ്പീക്കേഴ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി നമുക്ക് എന്തായാലും ഇതിൽ കേൾക്കാൻ പറ്റും. അതുപോലെ റിയറിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ റിയറിൽ നമുക്ക് 2-4 പേർക്കാണ് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ മൂന്നാമതൊരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വെച്ചാൽ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു 4 പേർക്കും നല്ല ലക്ഷറിറ്റി ഫീലോട് കൂടിയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ അതിൽ നമുക്ക് മെമ്മറി ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഇലക്ട്രിക് സീറ്റാണ് റിയറിലും വന്നിട്ടുള്ളത്. സാധാരണ നോർമലി നമുക്ക് ഫ്രണ്ടിൽ 2 സീറ്റിനാണ് നമുക്ക് മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാറ്. പക്ഷേ ഈ മാറ്റത്തിൽ നമുക്ക് ബാക്കിലും 2 സീറ്റിന് നമുക്ക് ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇനി റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പവർ വിൻഡോൻ്റെ കൺട്രോൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കർട്ടൻസിൻ്റെ ബട്ടൺസ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഈ സൈഡിലെ കർട്ടണും അതേമാതിരി ഇത് റിയറിലെ ബാക്കിലെ കർട്ടണും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതേമാതിരി ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അതേമാതിരി താഴായിട്ട് വരെ നമുക്ക് ഒരു പാർക്കിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പറയാം. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനെ പറയാനുള്ള ആ ഒരു ബീച്ച് ഇൻറ്റീരിയർ ആണ് പറയാനുള്ളത്. ഭയങ്കര ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെൻട്രലായിട്ട് കയറുകയാണെങ്കിൽ ഇത് കുഷനിങ്ങോട് കൂടിയിട്ടുള്ള കേട്ടോ. ഈ ഒരു സംഭവം ഭയങ്കര കുഷനിങ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ റിയറിൽ നമുക്ക് സൺറൂഫ് വന്നിട്ടുണ്ട്. റിയറിൽ നമുക്ക് 2 ഇത് വന്നിട്ടുണ്ട് കേട്ടോ, മിറർ വന്നിട്ടുണ്ട്. അത് മിറർ വിത്ത് വാനിറ്റി മിറർ വിത്ത് ലൈറ്റോട് കൂടിയിട്ടുള്ള 2 മിററാണ് വന്നിട്ടുള്ളത്. ക്ലോസ് ചെയ്യാം. അതേപോലെ ഇവിടെ ചെറിയൊരു ഫയൽ പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ടണൽ അത്യാവശ്യം നല്ല പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 പേർക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ഒരു ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുള്ളത് പറയാം. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ട്രേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി റിയറിലേക്കാണ് ഇവിടെ റിയറിലെ ACയുടെ ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേമാതിരി 2 USB Type-C ചാർജിങ് പോർട്ടും കാരണം അതേമാതിരി ഒരു ബോട്ടിൽ ഹോൾഡർ കാരണം നമുക്ക് റിയറിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമുക്ക് ഒരു ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ ഈ വാഹനം റിവേഴ്സ് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ബാക്കിലോട്ട് ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട്. വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്തോളും. അത് നമ്മളൊന്നും ചെയ്യൊന്നും വേണ്ട. റിവേഴ്സിലോടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമുക്കിത് പാർക്കിംഗ് മോഡ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ പാർക്ക് സിസ്റ്റം വരുന്നുണ്ട്, ഓട്ടോ പാർക്ക് വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ പാർക്കിംഗ് ആയിട്ടുള്ള കറക്റ്റ് ലൈനിലൊക്കെ ഉള്ള സമയത്ത് നമ്മളെ നാട്ടിൽ എത്രത്തോളം പ്രാക്ടിക്കലിറ്റി ഉണ്ടെന്ന് അറിയില്ല. കാരണം വെച്ചാൽ പക്കായിട്ട് ലൈനൊക്കെ വേണം. എന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോളും. കാരണം വെച്ചാൽ ഫ്രണ്ടും ബാക്കൊക്കെ നോക്കിയിട്ട് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി പാർക്ക് ചെയ്തോളും. എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു വെൽ പാക്കഡ് ആയിട്ടുള്ള എഞ്ചിൻ റൂമാണ് കാണാൻ പറ്റുന്നത്. ഒരു സ്പേസ് പോലും ബാക്കിയില്ല കേട്ടോ, ഫുൾ വെൽ പാക്കഡ് ആണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ കവർമ കാണാൻ പറ്റും. മെഴ്സിഡീസിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. അതേമാതിരി സൈഡിലൊക്കെ ആണെങ്കിൽ ഒരു 6 സിലിണ്ടറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻലൈൻ 6 സിലിണ്ടർ ആണ് വന്നിട്ടുള്ളത്, V6 അല്ല, ഇൻലൈൻ 6 സിലിണ്ടർ ആണ് ഈ ഒരു മാറ്റത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 2925 cc ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. 251 HP പവറും അതേമാതിരി തന്നെ 600 Nm ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത് പറയാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ സിസ്റ്റം വന്നിട്ട്. അതേമാതിരി ഹൈഡ്രോളിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈസി ടു ആക്സസ് ആണ്. അപ്പോൾ ഗൈസ് ഇത്ര നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ ഈ ക്ലാസ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, പെട്ടെന്ന് എടുത്ത് കഴിച്ചതാണ്. ഭയങ്കര ചൂടാണ്, നോമ്പുമാണ്, അപ്പോൾ കൊണ്ട് ഭയങ്കര കുറേ നേരം എടുത്ത് സംസാരിക്കാൻ വൈകി.
പറ്റുന്നില്ല. മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ മറ്റൊരു കിടലം വേണ്ടിയിട്ടും കിടലം വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.